സംസ്ഥാന സർക്കാർ കൺസ്യൂമർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കൺസോർഷ്യം സംഭരിച്ച അരി വിപണിയിലെത്തി. ബംഗാളിൽ നിന്നെത്തിച്ച 800 മെട്രിക് ടൺ അരിയാണ് വിതരണത്തിന് തയ്യാറായിരിക്കുന്നതെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു. 1700 മെട്രിക് ടൺ അരി കൂടി മാർച്ച് 10-നകം കേരളത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുത്ത 500 പ്രാഥമിക സംഘങ്ങളുടെ കൺസ്യൂമർ സ്റ്റോറുകളിലൂടെയും തെരഞ്ഞെടുത്ത ത്രിവേണി സ്റ്റോറുകളിലൂടെയും തിങ്കളാഴ്ച മുതൽ അരി വിതരണം ആരംഭിക്കും. സഹകരണ വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് കഴിഞ്ഞ 12-ാം തീയതി ഇവിടെ തന്നെ ഒരു യോഗം വിളിച്ച് 26ഓളം പ്രാഥമിക സംഘങ്ങൾ, ആ സംഘങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ അരി മാർക്കറ്റിൽ ഇടപെടുന്ന സംഘങ്ങളാണ്. ഇപ്പം തന്നെ ആ സംഘങ്ങളുടെ പ്രതിനിധികളെയും കൺസ്യൂമർ ഫെഡിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ ഒരു കൺസോർഷ്യം രൂപീകരിച്ച് അടിയന്തരമായിട്ടും 100 കോടി രൂപ സമാഹരിച്ച് മാർക്കറ്റിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചത്. ഏതാണ്ട് ഒരു 500 സംഘങ്ങളെ ഞങ്ങൾ സെലക്ട് ചെയ്യുകയാണ്. നടത്താൻ ശേഷിയുള്ളതൊക്കെ ആയിട്ടുള്ള 500 സംഘങ്ങളെ കേരളത്തിൽ. ആ 500 സംഘങ്ങളെ സെലക്ട് ചെയ്ത് 6-ന് ആരംഭിച്ച് 10-ാം തീയതിയോടുകൂടി പൂർത്തീകരിക്കുന്ന മട്ടിൽ 500 സംഘങ്ങളിലൂടെയും 25 രൂപ ക്രമത്തിന് അരി വിതരണം ആരംഭിക്കും. ബജറ്റ് ആകെ ചോർന്നുവെന്ന പ്രചാരണം തെറ്റാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മാധ്യമങ്ങൾക്ക് നൽകാനുള്ള കുറിപ്പ് ഒരു ഉദ്യോഗസ്ഥന്റെ പിശക് മൂലം പുറത്താവുകയാണ് ചെയ്തത്. ബജറ്റിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും കോടിയേരി പറഞ്ഞു. ബഡ്ജറ്റ് ആകെ ചോർന്നു എന്ന് പറയുന്ന പ്രചരണം ശരിയല്ല. ബഡ്ജറ്റ് രേഖകളൊന്നും തന്നെ ചോർന്നിട്ടില്ല. ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള സഹായകമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കുറിപ്പാണ് ബഡ്ജറ്റ് അവതരണം പൂർത്തിയാകുന്നതിന് കുറച്ച് മുമ്പേ മാധ്യമങ്ങൾക്ക് ലഭിക്കാനിടയായി. അത് യഥാർത്ഥത്തിൽ ചോർത്തിയതെല്ലാവരും ചോർത്തിയെന്ന് പറയാൻ സാധിക്കില്ല. ഒരു വ്യക്തി മാധ്യമങ്ങൾക്ക് അത് കൊടുക്കുകയാണ് ചെയ്തത്. അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ മാധ്യമരംഗത്ത് വന്നിരിക്കുന്ന ഈ നിമിഷങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ എത്തിക്കാനുള്ള വ്യഗ്രതയിൽ സംഭവിച്ച ഒരു പിശകാണത്. അത് സംബന്ധിച്ച് അതിന് ഉത്തരവാദിയായവരുടെ പേരിൽ അന്വേഷണം നടത്തുകയും ഇന്നലെ തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലവെട്ടാൻ 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച RSS നേതാവ് കുന്ദൻ ചന്ദ്രാവത്തിനെതിരെ ഭീകരവാദ വിരുദ്ധ നിയമപ്രകാരം കേസെടുക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള RSS നേതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തെ ജയിലിലടക്കുകയാണ് വേണ്ടത്. ആ പ്രസംഗത്തിൻ്റെ പ്രത്യാഘാതം കേരളത്തിലാണ് ഉണ്ടാകുക. അത് കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം കേരള പോലീസ് ആരംഭിക്കണം. ഇത് ഒരു ഭീകരവിരുദ്ധ നിയമപ്രകാരം തന്നെ കേസെടുക്കേണ്ടതൊരു കുറ്റകൃത്യമാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലുള്ള ഏജൻസികളാണ് ഇത്തരം കേസുകൾ ഏറ്റെടുക്കേണ്ടിയിരുന്നത്. നാസിക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മലയാളി സൈനികന്റെ റീപോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നു. അതിനിടെ റോയ് മാത്യുവിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതായി പരാതി ഉയർന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം 1 മണിക്കൂർ ട്രോളിയിൽ കിടത്തി. കൊട്ടിയൂരിൽ വൈദികൻ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. പ്രസവം മറച്ചുവെച്ച ആശുപത്രിക്കെതിരെയും സംഭവത്തിൽ കന്യാസ്ത്രീകളും ഡോക്ടർമാരും ഉൾപ്പെടെ 8 പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെ പോക്സോ ചുമത്തിയിട്ടുണ്ട്. കൊട്ടിയൂർ പീഡനത്തിൽ വയനാട് ശിശുക്ഷേമ സമിതിക്കെതിരെയും കേസെടുക്കും. പീഡനത്തിനിരയായ 16 വയസ്സുകാരിയുടെ പ്രായം 18 എന്ന് തിരുത്തിയതിനാണ് കേസെടുക്കുക. കൈരളി TV ഡയറക്ടർ ബോർഡ് അംഗം PA സിദ്ധാർത്ഥ മേനോൻ അന്തരിച്ചു. കൈരളിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നാളെ വൈകിട്ട് 3-ന് സംസ്കാരം നടക്കും. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് കൈരളി TV ഡയറക്ടർ ബോർഡ് അംഗവും മുൻ KSEB ചെയർമാനുമായിരുന്ന സിദ്ധാർത്ഥ മേനോൻ മരണപ്പെട്ടത്. ഹൃദ്രോഗത്തെ തുടർന്ന് കുറച്ചുകാലമായി ഇദ്ദേഹം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞ് വൈകിയാണ് വീട്ടിലെത്തിയത്. പിന്നീട് പുലർച്ചെ ബാത്റൂമിൽ പോകുന്നതിനിടയിൽ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നുവെന്ന് ബന്ധുക്കളും ഭാര്യയും പറയുന്നു. ഉടൻ തന്നെ ഭാര്യയും മറ്റും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു.
കൈരളി TV-യുടെ തുടക്കം മുതൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും ഒക്കെ ഇദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. കൃഷിയെയും കാർഷിക മേഖലയും ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ദുഃഖമാണ്. വളരെയേറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അയൽക്കാരൻ, ഒരു സ്നേഹിതൻ, എപ്പോൾ കണ്ടാലും പുഞ്ചിരിയോടുകൂടി ഞങ്ങളോട് വർത്തമാനം പറയുന്ന, ഞങ്ങളോട് ക്ഷേമാന്വേഷണം നടത്തുന്ന ഒരാളെയാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. പുതിയതരം കൃഷിരീതികളെ സ്വന്തം ജീവിത രീതിയിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശൈലി. രാവിലെ ഞെട്ടലോടുകൂടിയാണ് സിദ്ധാർത്ഥ മേനോൻ്റെ അയൽവാസികളും മറ്റും വിവരമറിയുന്നത്. ഭാര്യയും 2 മക്കളുമാണ് ഇദ്ദേഹത്തുള്ളത്. വിദേശത്ത് ജോലി ചെയ്യുന്ന മകൾ എത്തിയ ശേഷം മാത്രമേ നാളെ സംസ്കാരമുണ്ടാകുകയുള്ളൂ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഔദ്യോഗിക ജീവിതത്തിലും സാംസ്കാരിക മേഖലകളിലും ഉയരങ്ങൾ കീഴടക്കുമ്പോഴും മണ്ണിനെ മറക്കാത്ത ജീവിതമാണ് സിദ്ധാർത്ഥ മേനോൻ നമുക്കായി കാണിച്ചു തന്നത്. അദ്ദേഹത്തിന്റെ ജീവിതരേഖയിലേക്ക്. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച നന്മയുടെ ഗന്ധമുള്ള ഒരു പിടി ഓർമ്മകൾ ബാക്കിവെച്ചാണ് സിദ്ധാർത്ഥ മേനോൻ കൈരളിയുടെയും ജീവിതത്തിന്റെയും പടിയിറങ്ങിപ്പോകുന്നത്. കൈരളിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നതിലപ്പുറം വൈദ്യുതി ബോർഡ് ചെയർമാൻ എന്ന നിലയിലും തന്റേതായ സംഭാവനകൾ സിദ്ധാർത്ഥ മേനോൻ നൽകിയിരുന്നു. കൃഷിയെ സ്നേഹിക്കുന്നവർക്കും മണ്ണിനെ അറിഞ്ഞവർക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു സിദ്ധാർത്ഥ മേനോൻ. കേരളത്തിലെ കൃഷിക്കാരെയും നൂതന കൃഷിരീതികളെയും പരിചയപ്പെടുത്തുന്ന ഭൂമിഗീതം എന്ന കാർഷിക പരിപാടി മലയാളികൾക്ക് സമ്മാനിച്ചതും ഇദ്ദേഹമായിരുന്നു. പരിപാടിയിലെ വാക്കുകൾക്കപ്പുറം കൃഷിയുടെ നന്മ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച വ്യക്തി കൂടെയായിരുന്നു സിദ്ധാർത്ഥ മേനോൻ. കൃഷിയെ സ്നേഹിച്ച, കൈരളിയെ സ്നേഹിച്ച സിദ്ധാർത്ഥ മേനോൻ സാറിന് കൈരളി കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക്.